മെയ് 19, 2025 കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഹൈവേ 66ൻ്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം കൂരിയാട് ഭാഗത്തുള്ള റോഡിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും തകരുന്ന ഒരു കാഴ്ചയാണ്. റീറ്റെയിനിങ് വാളും സർവീസ് റോഡും ഉൾപ്പെടെയാണ് തകർന്നിട്ടുണ്ടായിരുന്നത്. മലയാളികൾ വളരെ ആവേശത്തോടു കൂടിയാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തെ നോക്കിക്കാണുന്നത്. കാരണം മലയാളികൾക്ക് ട്രാഫിക് ബ്ലോക്കിൽ നിന്നുള്ള ഒരു മോചനം എന്നുള്ള നിലയിൽ ഏറ്റവും ആവേശത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു പ്രൊജക്റ്റാണ് നാഷണൽ ഹൈവേയുടെ വികസനം. അവിടെയാണ് ഒരു ഇടുത്തി പോലെ ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്, ആരാണ് ഇതിന് ഉത്തരവാദി, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നാഷണൽ ഹൈവേ 66ൻ്റെ വികസനം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സ്വപ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് മലപ്പുറം കൂരിയാട് പ്രദേശത്ത് ഇതേപോലൊരു വലിയ അപകടം സംഭവിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത തന്നെയാണ്. അതായത് മലപ്പുറം കൂരിയാട് പ്രദേശം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാടശേഖരമാണ്. അപ്പോൾ ഈ ഒരു പാടശേഖരത്തിൽ പറ്റിയ അനുയോജ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളാണോ ഇവിടെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ല എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ കൃത്യമായിട്ടുള്ള ജിയോ ടെക്നിക്കൽ സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം പാടശേഖരങ്ങളിൽ നമ്മൾ നിർമ്മാണം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സോയിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി, വാട്ടർ ഫ്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യത്തിലും ഒന്നും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഒരുപക്ഷെ ഇവിടെ നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം 2 വർഷം മുന്നേ വരെ ഇതൊരു പാടശേഖരമായിട്ട് നിന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും എന്നത് തന്നെയാണ് ആൻസർ. പക്ഷേ അത് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ ആവണമെന്ന് മാത്രം. രണ്ടാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റീറ്റെയിനിങ് വാളുകളാണ്. അതായത് നാഷണൽ ഹൈവേയുടെ റീറ്റെയിനിങ് വാൾസായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് സിമെൻറ്റ് ബ്ലോക്കുകളാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർലോക്കിംഗ് സിമെൻറ്റ് ബ്ലോക്കുകൾ നിങ്ങൾ പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? നാഷണൽ ഹൈവേയുടെ ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത്തരത്തിൽ ഇൻ്റർലോക്കിംഗ് ആയിട്ടുള്ള സിമെൻറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള റീറ്റെയിനിങ് വാളുകൾ കണ്ടിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണല്ലേ, കാരണം ഇത് പൊളിഞ്ഞു വീയോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടൊരു മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പറായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് എന്ന് മാത്രമല്ല വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതും ഈ ഒരു ഇൻ്റർലോക്കിംഗ് സിമെൻറ്റ് ബ്ലോക്കിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരിക്കലും ഇതേപോലുള്ള പാടശേഖരത്തെ, മലപ്പുറം കൂരിയാട് പോലുള്ള ഇതേപോലുള്ളൊരു പാടശേഖരത്തിൽ ഈ ഇൻ്റർലോക്കിംഗ് സിമെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും അത് അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് റീറ്റെയിനിങ് വാൾസുകളാണ്. കാരണം ഇത്തരം റീറ്റെയിനിങ് വാൾസുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതേപോലൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാരണം. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രദേശത്താണെങ്കിലും നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അവിടുത്തെ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു റീറ്റെയിനിങ് വാൾസൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ സമയത്തും എല്ലാം തന്നെ അവിടെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് പ്രദേശവാസികൾ കൃത്യമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല, ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അവഗണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണെങ്കിലും അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കേണ്ടത്, കാരണം അവർക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ടുള്ളതിൽ ഒരു വലിയ വീഴ്ച തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം അപകടങ്ങൾ, അതായത് നാഷണൽ ഹൈവേയുടെ വികസനം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നം തന്നെയാണ് അല്ലേ? നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൂടെ നമ്മൾ ഒരുപാട് സമയമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൻ്റെ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് അധികമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുകയാണല്ലേ? 6 വരി പാത നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണല്ലേ? സോ ഈ ഒരു സ്വപ്ന പദ്ധതിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരിക്കലും കരിനീൽ വീഴ്ത്താൻ പാടില്ല. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തത് ജിയോ ടെക്നിക്കൽ സ്റ്റഡി കൃത്യമായിട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെയല്ല നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ റോഡ് പോകുന്ന ഭാഗങ്ങളിലൂടെയുള്ള ഈ ജിയോ ടെക്നിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ഓഡിറ്റിംഗ് നമ്മളിവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഒരു അപകടം നമുക്ക് മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം അപകട സാധ്യതകളുള്ള പല മേഖലകൾ ഇനിയും ഈ ഒരു നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതേപോലെ
വിണ്ട് കയറിയതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇനിയും വലിയ അപകടങ്ങൾക്കുള്ള ചെറിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ജിയോ ടെക്നിക്കൽ സ്റ്റഡിയും അതേപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ഓഡിറ്റിങ്ങും ഇക്കാര്യത്തിൽ നിർബന്ധമായും നടത്തേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. റിവർ വെൽഡ് ബ്രിഡ്ജ് ക്യാം ടെസ്റ്റൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും പ്രിസിഷനുള്ള കൺസ്ട്രക്ഷൻ രീതികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഈ അപകടം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും നാഷണൽ ഹൈവേയുടെ വികസനത്തെ നമ്മൾ ഒരിക്കലും എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ ഒരു നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൻ്റെ വികസനത്തിന് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഒരു അഭിവാജ്യ ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിൽ നാഷണൽ ഹൈവേയുടെ പൂർത്തീകരണം സംഭവിക്കും എന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും നാഷണൽ ഹൈവേയിൽ വരാതിരിക്കാൻ ഗവൺമെൻറ്റും അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകളും അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോസുകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.